നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ് റെഡ് അലർട്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം. പ്രതിയുടെ അറസ്റ്റിൽ ദുരൂഹതയെന്ന് KPJS. എണ്ണപ്പാറയിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങി. കനത്ത മഴയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും. ദേശീയപാതയുടെ സർവീസ് റോഡുകൾ വഴിയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ ജയിലിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമം. ചൊട്ടെ നൌഷാദിനെയാണ് അപായപ്പെടുത്തുവാൻ ശ്രമമുണ്ടായത്. കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ശക്തമായ മഴ തുടരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. ദേശീയപാതയിൽ കറന്തക്കാട്ടും ചെർക്കളയിലും മരം കടപുഴകി വീണത് ഗതാഗതം തടസ്സപ്പെടുവാൻ കാരണമായി. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായത്. ദേശീയപാതയിൽ കറന്തക്കാട്ടും ചെർക്കളയിലും മരം കടപുഴകി വീണത് ഗതാഗതം തടസ്സപ്പെടുവാൻ കാരണമായി. കറന്തക്കാട് പുലർച്ചെ 4 മണിയോടെ സർവീസ് റോഡിനരികിൽ നിന്നിരുന്ന വലിയ മരം ദേശീയപാതയ്ക്ക് കുറുകെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതോടെ രാവിലെ മുതൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ അഗ്നിരക്ഷാസേനയും പ്രദേശവാസികളും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ചെർക്കളയിൽ വലിയ അക്കേഷ്യ മരം വീണാണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടത്. അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു നീക്കിയാണ് റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നിലവിൽ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാകുകയും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാലിക്കടവിലും നീലേശ്വരത്തുമാണ് വെള്ളക്കെട്ടുകൾ ഉണ്ടായത്. മട്ടലായിൽ ഉൾപ്പെടെയാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. മട്ടലായിക്കുന്ന്, വീരമലക്കുന്ന്, ചെർക്കള എന്നിവിടങ്ങളിൽ പാർശ്വഭിത്തി സംരക്ഷണം ഉറപ്പുവരുത്തി കുന്നിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കരാർ കമ്പനികൾക്കും രേഖാമൂലം നിർദ്ദേശം നൽകിയെന്ന് അറിയിപ്പിൽ കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ പ്രതിയുടെ അറസ്റ്റ് വൈകിയതിൽ ദുരൂഹതയെന്ന് KPJS. പട്ടിക വിഭാഗത്തിൽ നിന്നും കാണാതാവുകയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത സമാനമായ കേസുകൾ ഇപ്പോഴും ജില്ലയിലുണ്ടെന്നും പട്ടിക വിഭാഗക്കാർക്കെതിരെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുവാൻ ജില്ലയിലെ പോലീസ് സംവിധാനത്തിൻ്റെ കഴിവുകേട് പ്രധാന കാരണമെന്നും KPJS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവരുടെ ബിനാമിയായിട്ടാണ് ഈ പത്രാധിപർ വന്നിരിക്കുന്നത്. പത്രാധിപർ 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് ഇത്തരം ആളുകളുടെ ബിനാമിയായിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് കോടതിയിലൊക്കെ ഇത്ര വലിയ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ അഭിഭാഷക സംഘത്തെ ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്. 6-7 വക്കീലന്മാരാണ്. ഗവൺമെൻറ് വക്കീലും ഞങ്ങൾക്ക് അനുകൂലമല്ല. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എതിർപ്പും ഈ പ്രതികളെന്ന് പറയുന്നവരുടെ എതിർപ്പും എല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വിധി സമ്പാദിച്ച് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ വിധിയിൽ വളരെ പ്രധാനമായ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രതികളിലേക്ക് അന്വേഷണം പോകണം. അച്ഛനും അമ്മയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രതികളിലേക്ക് അന്വേഷണം നീളണം. ഈ ദിവസം വരെ ഈ അന്വേഷണം ഈ പറഞ്ഞിട്ടുള്ള പത്രാധിപരായിട്ടുള്ള അരവിന്ദൻ മാണിക്കോത്തിലേക്ക് എത്തിയിട്ടില്ല.
അരവിന്ദൻ മാണിക്കോത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഉത്തരേന്ത്യയിൽ കാണുന്ന പോലെയാണ് റേപ്പ് ചെയ്ത് ആ കുട്ടിയെ ചവിട്ടി കൊലപ്പെടുത്തി കായലിൽ ചവിട്ടി താഴ്ത്തിയ ഒരു സംഭവമാണ് ഈ കേസിൻ്റെ ഒരു പ്രധാന കാര്യം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുക. ഇത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഈ കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ നടക്കുകയാണ്. ഈ കുട്ടി രണ്ടാമത്തെയാണ്, വേറൊരു കുട്ടി കൂടിയുണ്ട്. ഇപ്പോൾ ആ അന്വേഷണം ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. KPJS സംസ്ഥാന ജനറൽ സെക്രട്ടറി തെക്കൻ സുനിൽകുമാർ, യുവജന സമാജം ജില്ലാ സെക്രട്ടറി ഹരികൃഷ്ണൻ, മഹിളാ സമാജം സെക്രട്ടറി MR പുഷ്പ, അഭിലാഷ്, എണ്ണപ്പാറയിലെ പെൺകുട്ടിയുടെ പിതാവ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. ഹൊസ്ദുർഗ് കോടതിയാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് DYSP P മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തി. 2010 ജൂൺ 6-നാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ കാണാതായത്. നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേസ് ഹൈക്കോടതി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. IG P പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പൗലോസിനെ കഴിഞ്ഞ ദിവസം മടിക്കേരി അയ്യങ്കേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഹൊസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപേക്ഷ നൽകുകയും ഇത് പരിഗണിച്ച കോടതി ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് DYSP P മധുസൂദനൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിടുകയുമായിരുന്നു. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി. ഫയർഫോഴ്സിലെ സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് പാണത്തൂർ പവിത്രംകയ പുഴയിൽ തെളിവെടുപ്പ് ആരംഭിച്ചത്. പെൺകുട്ടിയുടെ മൃതദേഹം ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി കല്ലുകെട്ടി പവിത്രംകയയിൽ തള്ളിയെന്നാണ് ബിജു പൗലോസ് നൽകിയ മൊഴി. മൃതദേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് തിരച്ചിൽ ആരംഭിച്ചത്. അതേസമയം പെൺകുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഒരു ബാർ ഉടമയ്ക്ക് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട്. കസ്റ്റഡിയിൽ ലഭിച്ച ബിജു പൗലോസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ വഴിയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിടിഞ്ഞും വാഹനങ്ങൾ മണ്ണിൽ താഴ്ന്നും പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. ചിലയിടങ്ങളിൽ സർവീസ് റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തുടരുന്ന ശക്തമായ മഴയിൽ കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറി. കനത്ത മഴയിൽ പെരിയാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് വാഹന ഗതാഗതം സ്തംഭിക്കുവാൻ കാരണമായി. സർവീസ് റോഡിൽ സ്വകാര്യ ബസിന്റെ ഒരു ഭാഗം താഴ്ന്നു പോവുകയും ചെയ്തു. ഇത്തരത്തിൽ റോഡുകൾ ഇടിഞ്ഞും വാഹനങ്ങൾ മണ്ണിൽ താഴ്ന്നും മഴവെള്ളം കെട്ടിനിന്നും ദേശീയപാതയിലെ സർവീസ് റോഡുകൾ വഴിയുള്ള ഗതാഗതം മിക്ക ഭാഗങ്ങളിലും തടസ്സപ്പെട്ടു. ബൈക്കുകളും മറ്റും ഓടിച്ചു പോകാമെങ്കിലും വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും ഉണ്ടായ മഴയിൽ മാവുങ്കാൽ സർവീസ് റോഡ് ഇടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചു. ചെറിയ വാഹനങ്ങൾ കഷ്ടിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടു. ചെമ്മട്ടം വയലിൽ പാലം പണി നടക്കുന്നതുകൊണ്ട് അതുവഴിയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. കാലിക്കടവിൽ സർവീസ് റോഡിൽ വെള്ളം കയറിയത് ആശങ്ക ഉയർത്തിയിരിക്കുന്നു. പുല്ലൂരിലും സർവീസ് റോഡിൽ വെള്ളം കയറി. ചൊവ്വാഴ്ച അതിതീവ്ര മഴയുണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിലെ ബജറംഗ് ദൾ നേതാവായ സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതി ചൊട്ടെ നൌഷാദിനെ ജയിലിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമം. മംഗലാപുരം സബ് ജയിലിൽ വെച്ചാണ് നൌഷാദിനെ ചിലർ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചത്. മെയ് 1-നാണ് മംഗളൂരു ബജ്പയിലെ കിന്നി പദവിൽ വെച്ച് ബജ്രംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ടത്. കേസിൽ 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ പ്രധാനിയായ ചോട്ടെ നൌഷാദിനെയാണ് ജയിലിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമമുണ്ടായത്. സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് എല്ലാ സഹായവും ചെയ്തു നൽകിയെന്നതാണ് നൌഷാദിനെതിരെയുള്ള കുറ്റം. ഇയാളുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന് പിന്നാലെ മൈസൂർ ജയിലിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി മംഗളൂരു സബ് ജയിലിൽ എത്തിച്ചിരുന്നു. ഇവിടെ വെച്ച് ചിലർ നൌഷാദിനെ കല്ലെറിയാൻ ആരംഭിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയുമുണ്ടായിരുന്നു. ജയിൽ അധികൃതർ ഉടൻ തന്നെ ഇടപെടുകയും നൌഷാദിനെ മാറ്റുകയുമായിരുന്നു. നൌഷാദിന് പരിക്കുകളില്ല. സൂറത്കല്ലിലെ ഫാസിൽ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയായിരുന്നു കൊല്ലപ്പെട്ട സുഹാസ് ഷെട്ടി.
ഫാസിലിന്റെ സഹോദരൻ ആദിൽ മെഹ്റൂഫും സുഹാസ് ഷെട്ടി വധക്കേസിൽ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കളിക്കുന്നതിനിടെ സൈക്കിളിൽ കാൽ കുടുങ്ങിയ 6 വയസ്സുകാരന് രക്ഷകരായി കാസർഗോഡ് ഫയർഫോഴ്സ്. തളങ്കര ജദീദ് റോഡിലെ സാലിമിന്റെ മകൻ ഹാത്തിമിന്റെ കാലാണ് സൈക്കിൾ ചെയിനിന്റെ ഇടയിൽ കുടുങ്ങിയത്. കാൽമുട്ട് വലിച്ചൂരുവാൻ നാട്ടുകാർ ദീർഘനേരം ശ്രമം നടത്തിയെങ്കിലും സാധിക്കാത്തതിനാൽ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സൈക്കിൾ ഓടിക്കുന്നതിനിടെ ചെയിനിൽ കാൽ കുടുങ്ങിയ 6 വയസ്സുകാരന് രക്ഷകരായത് ഫയർഫോഴ്സ്. തളങ്കര ജദീദ് റോഡിലെ സാലിമിന്റെ മകൻ ഫാത്തിമിനാണ് ഫയർഫോഴ്സ് രക്ഷകരായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സൈക്കിൾ ഓടിച്ച് കളിക്കുന്നതിനിടയിൽ ഹാത്തിം അബദ്ധത്തിൽ വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഹാത്തിമിന്റെ കാൽ സൈക്കിൾ ചെയിനിൽ കുടുങ്ങുകയായിരുന്നു. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ദീർഘനേരം കാൽമുട്ട് ഊരിയെടുക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പറ്റിയില്ല. തുടർന്ന് അഗ്നിരക്ഷാസേനയെ സമീപിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേന എത്തുകയും കുട്ടിയെ രക്ഷിക്കുകയുമായിരുന്നു. വേദന കൊണ്ട് പൊളിയുന്ന കുട്ടിയുടെ കാലിൽ നിന്ന് കട്ടർ ഉപയോഗിച്ച് ചെയിൻ മുറിച്ചു മാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാലിന് മുറിവേറ്റതിനെ തുടർന്ന് കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സേനാംഗങ്ങളായ രമേശ് M, രാജേഷ് PT, അമൽരാജ്, ജിതിൻ കൃഷ്ണ K, വൈശാഖ് MA, ഹോംഗാർഡ് രാജു V എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതുമൂലം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിക്കടുത്തുള്ള പിലിക്കോട് കാലിക്കടവ് ടൗണിനെ ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ട് മുക്കി. കനത്ത മഴയിൽ കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ചൊവ്വാഴ്ച രാവിലെ 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് കാലിക്കടവ് ജംഗ്ഷനിൽ ഗതാഗത തടസ്സത്തിനും കാരണമായി. ബസ് ഉൾപ്പെടെ ദേശീയപാതയിലൂടെ പോകേണ്ട വാഹനങ്ങളും തൃക്കരിപ്പൂർ വഴി പോകേണ്ട വാഹനങ്ങളും പഴയ പാതയിൽ നിർത്തിയിടുകയായിരുന്നു. തുടർന്ന് പഴയ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി യന്ത്രക്കൈ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിച്ച് ഗതാഗതം തിരിച്ചുവിടുകയായിരുന്നു. കാലിക്കടവിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ദേശീയപാത നിർമ്മാണം നടന്നുവരുന്നതിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ മുങ്ങി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി. താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം വലിച്ചു കൊണ്ടുപോയെങ്കിലും ആദ്യ മഴയിൽ തന്നെ കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാലിക്കടവ് ടൗണിൽ നിന്നും കരിവെള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിനോട് ചേർന്ന് ഓവുചാൽ പണിയാൻ കാലതാമസമെടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കാലം തെറ്റി വന്ന ഒരു മഴ നമ്മളെ വ്യാപാരികളെ, കാലിക്കടവ് ടൗണിലെ വ്യാപാരികളെ വളരെയധികം വിഷമത്തിലാക്കിയിട്ടായിരുന്നത്. പിന്നെ ഹൈവേ മൊത്തം വെള്ളക്കെട്ടിൽ മുങ്ങിയിട്ടായിരുന്നത്. കടയിലേക്ക് ഷട്ടറിൻ്റെ അടിയിലേക്ക് കൂടി വെള്ളം കയറി. അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടാതൊരു അപാകതയുണ്ട്. കഴിഞ്ഞ തവണ തന്നെ 3 ദിവസം കട തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ വന്ന് ശാശ്വതമായ ചില പരിഹാരങ്ങൾ ചെയ്തുവെങ്കിലും വീണ്ടും ഈ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഈ കാലവർഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കാലിക്കടവിലെ വ്യാപാരികൾ. ഇന്ന് തീരെ കട തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടിയൊക്കെ ടാങ്കർ ലോറിയൊക്കെ വന്ന് വെള്ളം അടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും ഈ മഴ തോരാതെ പെയ്യുന്നതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വ്യാപാരികൾ. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മുതൽ തൃക്കരിപ്പൂർ റോഡ് ജംഗ്ഷൻ വരെ 200 മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്നില്ലെങ്കിൽ കാലവർഷം ആരംഭിക്കുകയും കടകളിലേക്ക് വെള്ളം കയറി കൂടുതൽ നാശനഷ്ടമുണ്ടാവുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു. ഉർമേഷ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണത്തിനെതിരെ CCF ഓഫീസ് രാപ്പകൽ ഉപരോധം സംഘടിപ്പിക്കും. കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക, നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊന്നാൽ അതിന്റെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക, മനുഷ്യന് ജീവഹാനി സംഭവിച്ചാൽ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ചാൽ ലഭ്യമാക്കുന്ന നഷ്ടപരിഹാരം ഉയർത്തുക എന്നീ ആവശ്യങ്ങളുയർത്തി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 2025 മെയ് 30-31 തീയതികളിലായി തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ രാപ്പകൽ ഉപരോധ സമരം സംഘടിപ്പിക്കും.
സമരത്തിന്റെ പ്രചരണാർത്ഥം മെയ് 22 മുതൽ 29 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലകളിൽ കർഷക മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. EP ജയരാജൻ ജാഥ ലീഡറും വത്സൻ പനോളി ജാഥ മാനേജറുമായുള്ള ജാഥ മെയ് 22-ന് ബോവിക്കാനത്ത് കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 30-31 തീയതികളിലെ കർഷകരുടെ ഉപരോധം CCF ഓഫീസിന് മുന്നിൽ നടക്കുന്നു. ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ നേതാക്കന്മാർ തന്നെ നയിക്കുന്ന കർഷക സംഘത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ നയിക്കുന്ന ഒരു വാഹന ജാഥ കാസർഗോട്ടെ ബോവിക്കാനത്ത് തുടങ്ങി മലയോര മേഖലകളിലൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നുണ്ട്. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ജാഥയാണ്. ആ ജാഥ 22-ാം തീയതി, ഈ മെയ് മാസം 22-ാം തീയതി രാവിലെ 10 മണിക്ക് ബോവിക്കാനത്ത് വെച്ച് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കേരള കർഷക സംഘം ഓൾ ഇന്ത്യ കിസാൻ സഭയിൽ അഫിലിയേഷൻ നേടുകയാണ് ചെയ്തത്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. A. ജനാർദ്ദനൻ, E. മോഹനൻ, രവീന്ദ്രൻ, CH കുഞ്ഞമ്പു MLA എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേളയിലെ കുള്ളൻ പശു ഫാം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കാസർഗോഡ് കുള്ളൻ പശുവിനെ സംസ്ഥാനത്തിന്റെ തനത് പശുവായി അംഗീകരിക്കുവാൻ സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ബേളയിലെ കുള്ളൻ പശു ഫാം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. കാസർഗോഡ് കുള്ളൻ പശുവിനെ സംസ്ഥാനത്തിന്റെ തനത് പശുവായി അംഗീകരിക്കാൻ സാധിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ബേളയിലെ പാറപ്രദേശം തീറ്റപ്പുൽ കൃഷിക്കായി ഉപയോഗിക്കണമെന്നും പോഷകമൂല്യമുള്ള പുല്ലുകൾ വളർത്തി കന്നുകാലികൾക്ക് നൽകി മികച്ച ഉൽപ്പാദനം ലഭ്യമാക്കാൻ സാധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് AEM സജിത് കുമാർ കെട്ടിട നിർമ്മാണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് B. ശാന്ത മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ E. ചന്ദ്രബാബു സ്വാഗതവും മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ PK പ്രശാന്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കരാറുകാരനെയും എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സ്റ്റാൾ തയ്യാറാക്കുന്നതിനും മറ്റും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ജീവനക്കാർക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൽഹർ സിൽവർ ജൂബിലി കാസി ഉമറുൽ ഫാറൂഖ് അൽ പുക്കാരി ഉറൂസ് മുബാറക് സന്ദേശയാത്രയ്ക്ക് തൃക്കരിപ്പൂരിൽ തുടക്കമായി. സയ്യിദ് സൈഫുള്ള അൽ മഷ്ഹൂർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ജൂൺ 19, 20, 21, 22 തീയതികളിൽ മഞ്ചേശ്വരം മൾഹർ ക്യാമ്പസിൽ നടക്കുന്ന മൾഹർ സിൽവർ ജൂബിലി സമ്മേളനത്തിൻ്റെയും മൾഹർ ശില്പിയും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും നിരവധി മഹലുകളുടെ ഖാസിയുമായിരുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ 10ാം ഉറൂസ് മുബാറക്കിൻ്റെയും പ്രചരണാർത്ഥം സയ്യിദ് മുസ്തഫ സിദ്ദീഖി മമ്പുറം നയിക്കുന്ന സന്ദേശയാത്രയ്ക്ക് തൃക്കരിപ്പൂരിൽ ബീരിച്ചേരി മഖാം സിയാറത്തോടെ തുടക്കമായി. സിയാറത്തിന് സയ്യിദ് സൈഫുള്ള അൽ മഷ്ഹൂർ നേതൃത്വം നൽകി. തുടർന്ന് സയ്യിദ് തൊയ്യബുൽ ബുഖാറിയിൽ നിന്ന് ജാഥ നായകൻ സയ്യിദ് മുസ്തഫ തങ്ങൾ പതാക ഏറ്റുവാങ്ങി. ഹുസൈൻ ഹാജി തൃക്കരിപ്പൂർ, ജാബിർ സഖാഫി, കുഞ്ഞാലി സഖാഫി കോട്ടൂർ, അസീസ് സഖാഫി മച്ചമ്പാടി, അബ്ദുൽ ബാരി മൾഹരി, മൊയ്തീൻ മൂടമയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മേൽപ്പറമ്പിൽ ആദ്യ ദിനം സമാപിച്ചു. ചൊവ്വാഴ്ച മുള്ളേരിയ ബദിയടുക്ക സോണുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണമൊരുക്കി. യാത്ര 25-ന് മഞ്ചേശ്വരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മുളിയാറിൽ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനത്തെ 3ാമത്തെ ABC സെന്റർ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ തെരുവ് നായകളില്ലാത്ത കേരളം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മുളിയാറിൽ മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച സംസ്ഥാനത്തെ 3ാമത്തെ ABC സെന്റർ ഉദ്ഘാടനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. മൃഗക്ഷേമ നിയമങ്ങൾ കർശനമാകുന്ന കാലത്ത് ABC സെന്ററുകളുടെ പ്രവർത്തനങ്ങളിലൂടെ തെരുവ് നായ്ക്കളുടെ ക്രമാതീതമായ വർധനവ് തടയുന്നതിന് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 2030 തെരുവ് നായ്ക്കളില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തലത്തിൽ നേതൃത്വം കൊടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു.
ചടങ്ങിൽ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷനവാസ് പാദൂർ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ബാസ് ബേഗം, പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AP ഉഷ, ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെയ്യം കലാനുഷ്ഠാനത്തിൻ്റെയും നാടുവാഴിത്ത കാലത്തെ ജനജീവിതവും ഉത്തര കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ഒപ്പിയെടുത്ത ഹത്തനെ ഉദയ സിനിമയുടെ സംവിധായകനും അഭിനേതാക്കൾക്കും പിന്നണി പ്രവർത്തകർക്കും തൃക്കരിപ്പൂർ IIT EK നായനാർ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ ആദരം നൽകി. സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ഹത്തനെ ഉദയ എന്ന ചലച്ചിത്രത്തിനായി പ്രവർത്തിച്ചവരുടെ ഒത്തുചേരലാണ് IIT EK നായനാർ സ്മാരക വായനശാല നേതൃത്വത്തിൽ ഒരുക്കിയത്. സിനിമയുടെ അനുഭവങ്ങൾ പങ്കുവച്ചും അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമുള്ള അനുമോദനം നടന്നു. പ്രമുഖ സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് സിദ്ദുലാൽ IIT അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് P വേണുഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. തൃക്കരിപ്പൂർ വിജയൻ, രജീഷ് പോതാവൂർ, വിനീഷ് ചെറുകാനം, കൃഷ്ണൻ കോട്ടങ്കൽ. ഗ്രന്ഥാലയം സെക്രട്ടറി KV സജിത് സംസാരിച്ചു. സിനിമാ പ്രവർത്തകരായ അമ്മിണി ചന്ദ്രാലയം, കബോത്തനില്ലത്ത് ശ്രീധരൻ നമ്പൂതിരി, രാജീവൻ വെള്ളൂർ, ശശി IT, P ഭാസ്കര പണിക്കർ, PC ഗോപാലകൃഷ്ണൻ, ഷൈനി വിജയൻ, വത്സൻ തൃക്കരിപ്പൂർ, ലസിത നീലേശ്വരം, രജീഷ് പൊതാവൂർ, രാജേഷ് കാര്യത്ത്, ലക്ഷ്മണൻ IT, പ്രസാദ് വലിയ പറമ്പ, തമ്പാൻ തൃക്കരിപ്പൂർ, KV ഷാജി, P ദാമോദരൻ തുടങ്ങിയവർ സിനിമാ അനുഭവങ്ങൾ പങ്കുവച്ചു. സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ AK കുഞ്ഞിരാമ പണിക്കർ മറുമൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീനാരായണ ഗുരു ബില്ലവ സേവാ സംഘം മധൂർ ഘടകത്തിന്റെ യോഗം മീപ്പുകുരി ശ്രീ ധൂമാവതി തറവാട്ടിൽ നടന്നു. ഇതോടൊപ്പം ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ശ്രീനാരായണ ഗുരു ബില്ലവ സേവാ സംഘം മധൂർ ഘടകത്തിന്റെ നേതൃത്വത്തിൽ മാസം തോറും നടത്തിവരാറുള്ള യോഗവും ചികിത്സാ ധനസഹായ വിതരണവും മീപ്പുകുരി ശ്രീ ധൂമാവതി തറവാട്ടിൽ നടന്നു. ഘടകം പ്രസിഡന്റ് ഉമേഷ് ഭഗവതി നഗർ അധ്യക്ഷത വഹിച്ചു. രത്നാകര മന്നിപ്പാടി, തനിയപ്പ കാളിയങ്കാട് എന്നിവർക്ക് ധനസഹായം നൽകി. രത്നാകര മന്നിപ്പാടിക്ക് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അച്യുത പൂജാരി കാളിയങ്കാടും തനിയപ്പ കാളിയങ്കാടിന് ഇൻ്റർനാഷണൽ കബഡി പ്ലെയറും റിട്ടയർഡ് ആർമി സുബേദാറുമായ ജഗദീഷ് കുമ്പളയും സഹായധനം വിതരണം ചെയ്തു. ചടങ്ങിൽ PSCയിൽ വുമൺ സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിച്ച ഉമേഷ് ഭഗവതി നഗർ ജലജാക്ഷി ദമ്പതികളുടെ മകൾ സ്വാതിക്ക് ആദരവേകി. മൈന്തപ്പ പൂജാരി ഗുഡ്ഡമനെ, കാസർഗോഡ് ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് രഘു മീപ്പുകുരി, ഹരിദാസ്, നാരായണ പൂജാരി, വിട്ടല, നാരായണ, വിശാലാക്ഷി, താരാനാഥ് ഗംഗെ, സുരേഷ, ഗണേശ, രതി എന്നിവർ സംസാരിച്ചു. രവീന്ദ്ര കൂട്ലു സ്വാഗതവും മോഹൻ സുവർണ നന്ദിയും പറഞ്ഞു. ഉമേഷ വിവേകാനന്ദ നഗർ അവതാരകനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹൊസങ്കടിയിലെ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ സംഘടിപ്പിച്ച വേനൽക്കാല ക്യാമ്പ് ശ്രദ്ധേയമായി. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ഉത്സാഹവും സർഗാത്മകതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൊസങ്കടിയിലെ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ വേനൽക്കാല ക്യാമ്പ് വിപുലമായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളെ ശാരീരിക സഹിഷ്ണുതയും സ്വയം പ്രതിരോധവും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കരാട്ട പരിശീലനം, കാലിഗ്രാഫി പരിശീലനം, ശാരീരിക ആരോഗ്യത്തിനായി വിവിധ കായിക ഇനങ്ങളുള്ള ഔട്ട്ഡോർ ഗെയിമുകൾ, വ്യാവസായിക കലകളിലൂടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കരകൗശല ക്ലാസുകൾ, കലാപരവും ഭാഷാപരവുമായ ആവിഷ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാട്ടും കഥ പറച്ചിലും, നിറങ്ങളുടെ ലോകത്ത് കുട്ടികളുടെ കലയെ പുറത്തു കൊണ്ടുവരുന്നതിനായി ചിത്രരചനയ്ക്കുള്ള അവസരങ്ങൾ, പ്രസംഗം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന ധാർമ്മിക ക്ലാസുകൾ എന്നിവയും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. You are young. Your mind is young. Now we have to sit. You have to brush up your mind. Avoid all the negative thoughts.
മുഹമ്മദ് അലി സലഫിയുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കായി പ്രത്യേക ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അബ്ദുറഹ്മാൻ അരിമല, കോർഡിനേറ്റർമാരായ ബദ്രുദ്ദീൻ, റോഷ്നി, ജുനൈദ, കരാട്ടെ പരിശീലകർ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണു. ഒഴിവായത് വൻ ദുരന്തം. കനത്ത മഴയെ തുടർന്നാണ് അപകടം ഉണ്ടായത്. ശക്തമായ മഴയിൽ മാവുങ്കാലിന് സമീപം കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കനത്ത മഴയെ തുടർന്നാണ് അപകടം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് റോഡ് തകർന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു യാത്രക്കാരൻ ഇതുവഴി വരുന്ന വാഹനങ്ങളെ നിർത്തിച്ചത് കാരണം വൻ അപകടം ഒഴിവായി. തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതവും താറുമാറായി. സംഭവം അറിഞ്ഞ് ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. സർവീസ് റോഡ് തകർന്നത് വൻ ഗതാഗതക്കുരുക്കിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച സംസ്ഥാന സർക്കാർ ചർച്ചയിലെ തീരുമാനങ്ങൾ ത്വരിതപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ആവശ്യപ്പെട്ടു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവധി കഴിഞ്ഞ മിനിമം വേതന ഉപദേശക സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ, കിഷോർ KT, ദുർഗേശ്വരി, സുഷമ സുരേഷ്, റീന C, യാഗി AV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. വെള്ളിക്കോത്ത് അഴീക്കോടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ പുതുതായുള്ള വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനവും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വായനശാലയുടെയും ഗ്രന്ഥാലയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രമുഖ എഴുത്തുകാരനും ഗ്രന്ഥലോകം എഡിറ്ററുമായ PVK പനയാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പരിപാടിയിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, പ്രൊഫസർ C ബാലൻ മാസ്റ്റർ, K കൃഷ്ണൻ മാസ്റ്റർ, VV തുളസി, ദാമോദരൻ ആലിങ്കാൽ, P സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. KV ജയൻ മാസ്റ്റർ സ്വാഗതവും വിജിന രാഘവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബ് പ്രവർത്തകരുടെയും വനിതാവേദി പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. കാഞ്ഞങ്ങാട് സ്പെക്ടാക്കുലർ അവതരിപ്പിച്ച കലാവിരുന്ന് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴ തുടരുന്നു. കാസർഗോഡ് റെഡ് അലർട്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരിയായ ദളിത് പെൺകുട്ടിയുടെ കൊലപാതകം. പ്രതിയുടെ അറസ്റ്റിൽ ദുരൂഹതയെന്ന് KPJS. എണ്ണപ്പാറയിലെ പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ ബിജു പൗലോസിനെ 3 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ പാണത്തൂരിലെത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങി. കനത്ത മഴയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും. ദേശീയപാതയുടെ സർവീസ് റോഡുകൾ വഴിയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതിയെ ജയിലിൽ വെച്ച് അപായപ്പെടുത്തുവാൻ ശ്രമം. ചൊട്ടെ നൌഷാദിനെയാണ് അപായപ്പെടുത്തുവാൻ ശ്രമമുണ്ടായത്. കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി. കരിവെള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ 3 അടി ഉയരത്തിൽ വെള്ളക്കെട്ട്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.